അൽഹംദുലില്ലാഹ് നമ്മുടെ ആഴ്ചകളോളം മാസങ്ങളോളമുള്ള അധ്വാനത്തിന്റെ ഒരു തിരശ്ശീല എന്ന നിലക്ക് അറിവിന്നിലാവിന്റെ ആത്മീയ മജ്ലിസ് നമുക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മുടെ ഈ മിൻഹാജ് സുന്ന എന്ന സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് വെച്ചുകൊണ്ട് അത് പ്രൗഢമാവുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അഭിവന്യരായ ഉസ്താദിനെ കാണാൻ വേണ്ടി പോകുമ്പോ ഏകദേശം ഒരു വർഷം മുമ്പ് ആണെന്ന് എന്റെ ഓർമ്മ. ഉസ്താദിനെ കാണാൻ വേണ്ടി പോകുമ്പോ നമ്മൾ പോകുന്നത്, നമുക്കറിയാം, നിങ്ങൾ ഈ കാണുന്ന ബിൽഡിങ്ങിനുള്ളിൽ സംരക്ഷണത്തിനൊന്നും ആരുമില്ലാത്ത, നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ സമദ് ഉസ്താദ് ഓർമ്മപ്പെടുത്തി, സംരക്ഷണത്തിനൊന്നും ആരുമില്ലാത്ത പാവപ്പെട്ട രോഗികളും കിടപ്പ് രോഗികളുമായി പലവിധ പ്രയാസങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകൾ, ഏകദേശം 51ഓളം ആളുകൾ നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. കിടപ്പ് രോഗികളായതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും നമ്മൾ ഏറ്റെടുത്തത് കൊണ്ട് അവരുടെ ചികിത്സയും ഭക്ഷണവും വസ്ത്രവും താമസവും ഒക്കെ നമ്മുടെ ഉത്തരവാദിത്തത്തിലാണ്. അവർക്ക് വേണ്ട എല്ലാ പരിചരണങ്ങളും കൊടുത്ത് മരണം വരെ അവരെ സംരക്ഷിക്കുക എന്ന വലിയൊരു ദൗത്യമാണ് സ്ഥാപനം നടത്തിക്കൊണ്ടുവരുന്നത്. അൽഹംദുലില്ലാഹ് വളരെ ഭംഗിയായി നടന്നു വരുന്നുണ്ട്. ഒരു മാസത്തിലെ ഒട്ടനവധി പ്രാവശ്യം ഹോസ്പിറ്റലുകളിലേക്ക് ഇവരെ കൊണ്ടുപോവേണ്ട പ്രയാസം എന്ന് പറയുന്നത് നോക്കുന്നതിനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചല്ല ഞാനിവിടെ പറഞ്ഞത്. സ്ഥാപനത്തിന് സ്വന്തമായൊരു വാഹനമില്ലാത്തത് കൊണ്ട് തന്നെ ഓട്ടോറിക്ഷ വിളിച്ചിട്ടൊക്കെ ഈ കിടപ്പ് രോഗികളെ കൊണ്ടുപോകുന്ന ദയനീയത നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഒന്നാണ്. നമുക്കറിയാലോ, നമ്മുടെ വീട്ടിലൊരാൾ വയ്യാതെ കിടക്കുകയാണെങ്കിൽ അവരെ പരിചരിക്കുന്നതിനുള്ള പ്രയാസങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ്, അതിനേക്കാൾ പ്രയാസമാണ് ആരും സംരക്ഷണത്തിനില്ലാത്ത 51ഓളം മനുഷ്യ ജീവനുകൾക്ക് ജാതി മതഭേദമന്യേ സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത്. കിടക്കുന്നിടത്ത് തന്നെ മൂത്രിക്കുകയും കഷ്ടിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഓട്ടോറിക്ഷയിൽ എന്ന ദയനീയത ഈ നാട്ടുകാരൊക്കെ പലരും മനസ്സിലാക്കിയതുമാണ്. അങ്ങനെ ഞങ്ങൾ ഒരു വർഷം മുമ്പ് അഭിവന്യരായ ഉസ്താദിനെ പോയി കണ്ടു. ഉസ്താദിനോട് നമ്മുടെ ദയനീയത അവതരിപ്പിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, നമുക്കൊരു ആംബുലൻസ് അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് അറിവിന്നിലാവിന്റെ ഒരു ആംബുലൻസ് തരാമെന്ന് ഉസ്താദ് അന്ന് പറഞ്ഞു. പക്ഷേ ഉസ്താദിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. സോഷ്യൽ മീഡിയ നോക്കിയാൽ യൂട്യൂബുകളിലും ഫേസ്ബുക്കുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്ത്വന പ്രവർത്തനമാണ് ഉസ്താദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യതീമുകൾക്ക്, ആരും സംരക്ഷണത്തിലില്ലാത്ത യതീമുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി, എത്രയോ വീടിന്റെ ഉദ്ഘാടനം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ അടുത്ത ദിവസമാണ് മണ്ണാർക്കാട് പരിസരത്ത് വീടിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി തുടക്കം കുറിച്ചു എന്നറിഞ്ഞു. ഇങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ്. ഹോസ്പിറ്റലുകളിലേക്കുള്ള ആംബുലൻസുകള്, അതുപോലെ വീൽ ചെയറുകള്, സ്ട്രെച്ചറുകള്, ഇങ്ങനെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അറിവിന്നിലാവും കുടുംബവും വളരെയധികം ചൈത്രയാത്ര മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളും നമ്മുടെ ആവശ്യം ഉസ്താദിന്റെ മുന്നിൽ വെച്ചത്. ഈ സ്ഥാപനത്തിലേക്ക് ആരും സംരക്ഷണത്തിനില്ലാത്ത ഈ പാവങ്ങൾക്ക് ഒരു ആംബുലൻസ് വേണമെന്ന് പറയുന്നത്. ഉസ്താദിന്റെ ബാധ്യതകളോ സാമ്പത്തിക പ്രതിസന്ധികളോ ഒന്നും ഉസ്താദ് നോക്കിയിട്ടില്ല. ഉസ്താദ് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഞാൻ ആംബുലൻസ് തരാമെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങളെല്ലാവരും അറിഞ്ഞു, മാസങ്ങൾക്ക് ശേഷമാണ് അഭിവന്യരായ ഉസ്താദിന് ഒരു പ്രാവശ്യം ബന്ധപ്പെട്ടപ്പോ ഫോണിലൂടെ വിളിച്ച് ഉസ്താദ് പറഞ്ഞു, നിങ്ങൾക്ക് ആംബുലൻസ് ഉറപ്പായിട്ടും തരും. കോട്ടയം ജില്ലയിലെ മെഡിക്കൽ കോളേജിലേക്ക് ഒരു ആംബുലൻസ് ഓർഡർ ചെയ്തിട്ടുണ്ട്, കൂട്ടത്തിൽ നിങ്ങളതും ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ഉസ്താദ് ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഉസ്താദിന്റെ വാഹനം ഒരു അപകടത്തിൽപ്പെടുന്നത്. അവിടുത്തെ ഡ്രൈവർ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അവിടുത്തെ ഉമ്മ വളരെ ദയനീയ അവസ്ഥയിൽ, നമുക്കറിയാം, ഹോസ്പിറ്റലിൽ കടന്ന് മാസങ്ങളോളം ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഉസ്താദ് അവിടുത്തെ ത്യാഗപൂർണമായ ജീവിതം മുന്നോട്ട് നയിച്ചത് അങ്ങനെയാണ്. ഒരു മാസത്തും
ഒന്നുമല്ല, 6 മാസക്കാലത്തിന്റെ അടുത്ത് വരെ നമ്മുടെ അറിവിൻ നിലാവിന്റെ ഓഫീസ് തുറക്കാൻ പറ്റാത്ത രൂപത്തില് അവിടുന്ന് പ്രയാസപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കിയ ആളുകളാണ് നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ആ സംഭവങ്ങളൊക്കെ. അവിടുത്തെ ഡ്രൈവർ മരണപ്പെടുന്നതും ഉമ്മ ഹോസ്പിറ്റലിലാകുന്നതും വളരെ ദയനീയമായ സാഹചര്യത്തിൽ അവിടുന്ന് പ്രയാസപ്പെട്ടതൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അതിനുശേഷം ഓഫീസ് തുറന്നതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഓഫീസിൽ ചെന്ന് ഉസ്താദിനെ കണ്ടപ്പോ ഉസ്താദിനോട് ഞങ്ങൾ പറഞ്ഞു, ഉസ്താദെ ഒരു ആംബുലൻസ് തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾ പ്രയാസപ്പെടുത്തല്ല, ഞങ്ങൾ എന്താണ് അതിന്റെ അവസ്ഥ എന്നറിയാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞപ്പോഴും ഉസ്താദ് പറഞ്ഞൊരു മറുപടി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ വളരെ ചിന്താഗഹമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഉസ്താദ് പറഞ്ഞത് എന്നെ കൊണ്ടാവൂല എന്നല്ല, വളരെ പ്രയാസമുണ്ട്, എന്നെ കൊണ്ട് കഴിയൂല എന്നല്ല. ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു 6 മാസക്കാലമായി ഈ ഓഫീസ് തുറന്നിട്ട് അത്രയും ദിവസം ഞാൻ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രയാസത്തിലായിരുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് കുറച്ചു സമയം വേണമെന്ന് ഉസ്താദ് പറഞ്ഞു. അൽഹംദുലില്ലാഹ് ഉസ്താദ് ഇപ്പോഴും വന്നപ്പോഴും ഞങ്ങളോട് ആംബുലൻസിന്റെ വിഷയമാണ് സംസാരിച്ചത്. സ്ഥാപനം ഒന്നുകൊണ്ടുയാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒട്ടനവധി പാവങ്ങള്, വിധവകള്, യതീമുകള്, അഗതികള്, പാവങ്ങളൊക്കെ ഉസ്താദിന്റെ കരങ്ങളിൽ അറിവിൻ നിലാവിന്റെ കുടുംബത്തിൽ സംരക്ഷണത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ താങ്ങും തണലും വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്നവര്, ഓൺലൈനിലുള്ളവര്, എന്റെ മുമ്പിലിരിക്കുന്ന മനസ്സുകള്, ഈ ഉസ്താദിനും അറിവിൻ നിലാവിന്റെ പ്രവർത്തകന്മാർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അഭിവന്യരായ ഉസ്താദിനോട് ഓർമ്മപ്പെടുത്താനുള്ളത്, അൽഹംദുലില്ലാഹ് ഈ കാണുന്ന ഗ്രൗണ്ട് ഈ പരിപാടിക്ക് വേണ്ടി നമുക്ക് അനുവദിച്ചു തന്ന പ്രിയപ്പെട്ട കൂട്ടുകാര്, അവർക്ക് വേണ്ടി ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. അതുപോലെ ഈ പരിപാടിയുടെ വിഷയം പറഞ്ഞപ്പോ, ഇതിലേക്ക് ഭക്ഷണത്തിന്റെ വിഷയം പറഞ്ഞപ്പോ അഭിവന്യരായ സയ്യിദ് അവറുകള് അതിലേക്ക് വേണ്ട അരി മുഴുവനും ഏറ്റെടുത്തു, മാംസം ഒരു ആളേറ്റെടുത്തു, പച്ചക്കറി ഏറ്റെടുത്തവര്, ഇങ്ങനെ ഒട്ടനവധി സഹായങ്ങൾ ഈ മജ്ലിസിലേക്ക് സാന്ത്വനവുമായിട്ട്, ഈ മജ്ലിസിലേക്ക് സംഭാവനയുമായിട്ട് കടന്നു വന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഈ സ്ഥാപനത്തിന് ഭക്ഷണം നൽകുന്നവരുണ്ട്, ഈ സ്ഥാപനത്തിലേക്ക് സംഭാവന നൽകുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി അഭിവന്യരായ ഉസ്താദ് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അഭിവന്യരായ ഉസ്താദിനെ ഈ ആത്മീയമായ മജ്ലിസ് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട്, നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ സ്ഥാപനത്തിന് വേണ്ടി, സ്ഥാപനത്തിന്റെ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.